ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിവേരിയേറ്റ് അനാലിസിസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കണ്ടത്. സാമ്പിൾ, അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ മീൻ, വേരിയൻസ്, അതുപോലെ കോവേരിയൻസ്, പിന്നെ കോറിലേഷൻ മെട്രിക്സ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് കാണുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് മഹാലാനോബിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. In a univariate setting, the distance between 2 points is simply the difference or absolute difference between their values. For statistical purposes, these differences may not be very informative. For example, we do not want to know how many centimeters apart two means are, but rather how many standard deviations apart they are. Thus, we examine the standardized or statistical distances such as modulus of mu1 minus mu2 divided by sigma, or modulus of y bar minus mu divided by sigma y bar. യൂണിവേരിയേറ്റിൻ്റെ കേസിൽ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസസ് നമ്മളെങ്ങനെയാണ് കാണുന്നത്? ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് നോക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിഫറൻസസ് കാണുന്നത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡിഫറൻസ് ഓഫ് പോയിന്റ്സ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. നമുക്ക് സാധാരണ അറിയേണ്ടത് എന്താ, ഇവർ തമ്മിലുള്ള ആ ഒരു സെൻറ്റിമീറ്റർ കണക്കിലുള്ള ഡിസ്റ്റൻസ് അല്ല, പക്ഷെ നമുക്ക് അത് തമ്മിലുള്ള, ഇപ്പോൾ സപ്പോസ് രണ്ട് മീൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ നിർത്തും, ആ രണ്ട് മീൻ തമ്മിലുള്ള 2 സെൻറ്റിമീറ്റർ അപ്പാർട്ട് എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനത്തെ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഈ രണ്ട് മീനും തമ്മിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. സോ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസ്റ്റൻസസ് സാധാരണ ഒന്നെങ്കിൽ മോഡുലസ് ഓഫ് mu1 മൈനസ് mu2 ഡിവൈഡ് ബൈ സിഗ്മ എന്നോ, അല്ലെങ്കിൽ y ബാർ മൈനസ് mu ഡിവൈഡ് ബൈ സിഗ്മ y ബാർ എന്നോ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ നോക്കുന്നത്. സോ ഒരു മൾട്ടിവേരിയേറ്റിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു വേരിയബിൾ തമ്മിലുള്ള വേരിയൻസസ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അവർ തമ്മിലുള്ള കോവേരിയൻസസ് അല്ലെങ്കിൽ കോറിലേഷൻസ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒരു സിമ്പിളായിട്ട് രണ്ട് വെക്ടർ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചു. അപ്പോൾ അവർ തമ്മിലുള്ള ആ യൂക്ലിഡിയൻ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താ? y1 മൈനസ് y2 ഡാഷ് ഇൻറ്റു y1 മൈനസ് y2, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇത് നമുക്ക് മൾട്ടിവേരിയേറ്റ് കേസിൽ യൂസ്ഫുൾ അല്ല, കാരണം ഇവിടെ നമ്മൾ വേരിയൻസസോ കോവേരിയൻസസോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കോവേരിയൻസ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സും കൂടി ഇതിനകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് d² = y1 മൈനസ് y2 ഡാഷ് ഇൻറ്റു എസ് ഇൻവേഴ്സ് ഇൻറ്റു y1 മൈനസ് y2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് വേറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. d² = y ബാർ മൈനസ് mu ഡാഷ് എസ് ഇൻവേഴ്സ് ഇൻറ്റു y ബാർ മൈനസ് mu, δ² = y ബാർ മൈനസ് mu ഡാഷ് സിഗ്മ ഇൻവേഴ്സ് y ബാർ മൈനസ് mu, δ² = mu1 മൈനസ് mu2 ഡാഷ് സിഗ്മ ഇൻവേഴ്സ് mu1 മൈനസ് mu2. ഇതെല്ലാം തന്നെ മൾട്ടിവേരിയേറ്റ് കേസസിൽ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഡിസ്റ്റൻസ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്ത സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് മഹാലാനോബിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസസിനെ മഹാലാനോബിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മഹാലാനോബിസിൻ്റെ ഡിസ്റ്റൻസ് വെച്ചിട്ട് രണ്ട് റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്യാമെന്ന് വെച്ചു. ആദ്യത്തെ റാൻഡം വേരിയബിളിന് രണ്ടാമത്തെ റാൻഡം വേരിയബിളിനെക്കാളും കൂടുതൽ വേരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു മഹാലാനോബിസിൻ്റെ ഡിസ്റ്റൻസിൽ ഈ ഫസ്റ്റ് റാൻഡം വേരിയബിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. നമ്മൾ ഇൻവേഴ്സ് ഓഫ് ദ കോവേരിയൻസ് മെട്രിക്സ് ഈ ഒരു മഹാലാനോബിസ് ഡിസ്റ്റൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് യൂസസ് ആണുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എല്ലാ വേരിയബിളിനെയും സ്റ്റാൻഡർഡൈസ് ചെയ്ത് സെയിം വേരിയൻസ് ആക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോറിലേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ അത് നമുക്ക് ഇക്വേഷനായിട്ട് നോക്കാം. δ² എന്ന് പറഞ്ഞ് നമ്മൾ y ബാർ മൈനസ് mu ഡാഷ് ഇൻറ്റു സിഗ്മ ഇൻവേഴ്സ് ഇൻറ്റു y ബാർ മൈനസ് mu എന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണ്. ഈ സിഗ്മ ഇൻവേഴ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് σ⁻1/2 ഇൻറ്റു σ⁻1/2 എന്ന് പറഞ്ഞ് നമ്മളെടുത്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു σ⁻1/2 ഫസ്റ്റ് ടേമിൻ്റെ കൂടെയും രണ്ടാമത്തെ σ⁻1/2 സെക്കൻഡ് ടേമിൻ്റെ കൂടെയും കൊടുത്തു. ഇതിന് ഇൻവേഴ്സ് ഉള്ളതുകൊണ്ട് σ⁻1/2 ഇൻവേഴ്സ് ഇൻറ്റു y ബാർ മൈനസ് mu ഡാഷ് എന്നുള്ളത് ഫസ്റ്റ് ടേമും σ⁻1/2 ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു y ബാർ മൈനസ് mu എന്നുള്ളത് രണ്ടാമത്തെ ടേമും ആക്കി. അതിന് നമ്മൾ z ഡാഷ് ഇൻറ്റു z എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ z എന്ന് പറഞ്ഞാൽ σ⁻1/2 ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു y ബാർ മൈനസ് mu എന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് σ⁻1/2 ദ ഹോൾ ഇൻവേഴ്സിനെ അകത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? σ⁻1/2 ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു y ബാർ മൈനസ് σ⁻1/2 ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു mu എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് റിസൾട്ട് ഉണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് ay പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ? a ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് y പ്ലസ് ബി ആണ്. അതായത് a mu പ്ലസ് ബി എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ കോവേരിയൻസ് ഓഫ് ay പ്ലസ് ബി എന്ന് പറയുന്നത് a ഇൻറ്റു സിഗ്മ a ഡാഷ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കോവേരിയൻസ് ഓഫ് z 1/n i ആയിട്ട് കിട്ടും. Hence the transformed variables z1, z2, etc. zp are uncorrelated and each variance equal to 1/n.
അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ട്രാൻസ്ഫോം ചെയ്തെടുത്ത ഓരോ വേരിയബിൾസ് Z1 Z2 എക്സെട്ര ZP എന്ന് പറയുന്നത് തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, അൺകോറിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 1/n ഈക്വൽ ആണെന്ന് പറയാം. If the appropriate covariance matrix for the random vector were used in Mahalanobis distance, the variance would be reduced to 1. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു കോവേരിയൻസ് മെട്രിക്സ് ആണ് റാൻഡം വെക്ടറിന് വേണ്ടിയിട്ട് ഈ ഒരു മഹാലോനോബിസ് ഡിസ്റ്റൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ വേരിയൻസിന് 1ലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമ്മൾ നേരത്തെ കേസിൽ സിഗ്മയുടെ സ്ഥാനത്ത് σ/n ആണ് കോവേരിയൻസ് ഓഫ് y ആയിട്ട് എടുത്തതെങ്കിൽ നമുക്ക് കോവേരിയൻസ് ഓഫ് Z എന്ന് കിട്ടും, I എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. കാരണം നമുക്ക് നേരത്തെ കിട്ടിയ എന്താ, കോവേരിയൻസ് ഓഫ് Z 1/n ഇൻറ്റും I എന്ന് പറഞ്ഞാണ് കിട്ടിയത്. സോ നമ്മൾ σ/n ആയിരുന്നു എടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാനെ, I എന്ന് പറഞ്ഞ് കിട്ടിയാനെ, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിയാനെ. അപ്പോൾ ഇത്രയാണ് മഹാലനോബിസ് ഡിസ്റ്റൻസിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഈ ഒരു മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂണിവേരിയേറ്റ് കേസിൽ കൺസിഡർ ചെയ്യുമ്പോഴുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്താ, f(y) = 1/σ√2π e raised to -y - mu the whole square by 2σ² എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. പെർ -∞ y > അപ്പോൾ നമ്മൾ 1/√2π സിഗ്മ എന്നുള്ളതിന് പകരം നമ്മളിവിടെ √σ² എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. സോ അങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഈ ഒരു യൂണിവേരിയേറ്റ് കേസും അതുപോലെ തന്നെ മൾട്ടിവേരിയേറ്റ് കേസും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോർമൽ μ, σ² എന്ന് പറഞ്ഞ് എഴുതാം. ഇനി മൾട്ടിവേരിയേറ്റ് കേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് y എന്ന് പറയുന്ന ഒരു റാൻഡം വെക്ടർ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് വെക്കാം. അതിൻ്റെ മീൻ വെക്ടർ എന്ന് പറയുന്നത് μ ആണ്. അതുപോലെ കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് സിഗ്മയാണെങ്കിൽ p വേരിയബിളുള്ള ഒരു റാൻഡം വെക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റാൻഡം വെക്ടറിൻ്റെ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് g(y) = 1/√2π raised to p മോഡുലസ് ഓഫ് സിഗ്മ raised to 1/2 e raised to -y - mu dash സിഗ്മ ഇൻവേഴ്സ് y - mu /2 എന്നായിരിക്കും കിട്ടുന്നത്. അതായത് ഈ ഒരു യൂണിവേരിയേറ്റ് കേസിൽ കിട്ടിയിരിക്കുന്ന റിസൾട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് മൾട്ടിവേരിയേറ്റ് കേസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 1/√2π 1/√2π ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് p വേരിയബിൾസ് ഉണ്ടാവുന്നത് 1/√2π raised to p എന്ന് പറഞ്ഞു വരും. 1 raised to p 1 തന്നെ ആയതുകൊണ്ടാണ് താഴെ √2π raised to p എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. ഇനി √σ² എന്ന് പറയുന്നത്, സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൾട്ടിവേരിയേറ്റ് കേസിൽ ഇതാണ് സിഗ്മ മെട്രിക്സ് ആണ്. സോ സിഗ്മ raised to 1/2 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി e raised to -y - mu the whole square by 2σ² എന്നുള്ളതാണ്. y - mu the whole square നമുക്ക് എങ്ങനെ എഴുതാം, ഇതൊരു മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് y - mu dash × y - mu എന്ന് പറഞ്ഞ് എഴുതാം. ഇനി നമുക്ക് താഴെയുള്ളത് 2σ² ആണ്. σ² ഈ ഒരു മൾട്ടിവേരിയേറ്റ് കേസിൽ ഈ ഒരു കോവേരിയൻസ് മെട്രിക്സ് ആയി സിഗ്മയാണ്. സോ നമ്മൾ സിഗ്മ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി. താഴെ ഒരു 2 ഉള്ളതുകൊണ്ട് /2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. സോ നമുക്ക് എങ്ങനെ എഴുതാം, g(y) = 1/√2π raised to p മോഡുലസ് ഓഫ് സിഗ്മ raised to 1/2 e raised to -y - mu dash സിഗ്മ ഇൻവേഴ്സ് y - mu the whole /2 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ p എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് എഴുതാം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് p വേരിയബിൾസ് μ, സിഗ്മ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. The term y - mu the whole square by σ² is equal to y - mu into σ² inverse into y - mu in the exponent of the univariate normal density measures the square distance from y to mu in standard deviation units. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിവേരിയേറ്റ് കേസിനകത്ത് ഈ ഒരു എക്സ്പോണൻറ്റ് ടേമിനകത്തുനിന്ന് y - mu the whole square by σ² എന്നുള്ളത് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ y - mu the whole square by σ² നമ്മൾ y - mu ഇൻറ്റു σ² താഴെയാണ്. സോ σ² ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഇൻറ്റു y - mu എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഈ ഒരു ടേം എന്ന് പറയുന്നത് y നിന്ന് mu വരെയുള്ള ആ ഒരു സ്ക്വയർ ഡിസ്റ്റൻസ് നമുക്ക് തരും. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂണിറ്റിലാണ് ഇത് കിട്ടുന്നത്. അതുപോലെ മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ കേസിൽ ഈ y - mu ഡാഷ് ഇൻറ്റു സിഗ്മ ഇൻവേഴ്സ് ഇൻറ്റു y - mu എന്ന് പറയുന്ന ആ ഒരു ടേമാണ് നമ്മുടെ ഈ ഒരു വൈയിൽ നിന്ന് mu വരെയുള്ള ആ ഒരു സ്ക്വയർഡ് ജനറൽ ഡിസ്റ്റൻസ് നമുക്ക് തരുന്നത്. ഇവിടെ നമുക്ക് മഹാലനോബിസ് ഡിസ്റ്റൻസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാമല്ലോ. നമ്മൾ നേരത്തെ കണ്ടതാണ് മഹാലനോബിസ് ഡിസ്റ്റൻസ് എന്താണെന്ന്. മഹാലനോബിസ് ഡിസ്റ്റൻസിൻ്റെ ഒരു ഇക്വേഷനാണ് ഈ കിട്ടിയിരിക്കുന്നത്. ∇² = y - mu dash ഇൻറ്റു സിഗ്മ ഇൻവേഴ്സ് ഇൻറ്റു y - mu എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഇവിടെ ഈ ഒരു ∇² സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂണിറ്റിലല്ല നമുക്ക് കിട്ടുന്നത്, p
പി എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ഓഫ് വേരിയബിൾസ് കൂടുന്ന അനുസരിച്ച് ഈ ഒരു ഡിസ്റ്റൻസ് ഡെൽറ്റ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. യൂണിവേരിയേറ്റ് കേസിൽ റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് മൾട്ടിവേരിയേറ്റ് കേസിൽ മോഡുലസ് ഓഫ് സിഗ്മ റേസ്റ്റ് 1/2 എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കാണിക്കുന്ന മെഷറാണ് മോഡുലസ് ഓഫ് സിഗ്മ റേസ്റ്റ് 1/2 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മോഡുലസ് ഓഫ് എസ് എന്ന് പറയുന്ന ഈ ഒരു ടേമാണ് ജനറലൈസ്ഡ് സാമ്പിൾ വേരിയൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ മോഡുലസ് ഓഫ് സിഗ്മ എന്ന് പറയുന്നതാണ് ജനറലൈസ്ഡ് പോപ്പുലേഷൻ വേരിയൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം യൂണിവേരിയേറ്റ് നോർമലിൻ്റെ കേസിൽ സിഗ്മ സ്ക്വയർ സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? വൈയുടെ എല്ലാ വാല്യൂസും തന്നെ മീനിനടുത്താണെന്ന് പറയാൻ വേണ്ടി പറ്റും. സോ അതുപോലെ തന്നെ ഈ ഒരു മോഡുലസ് ഓഫ് സിഗ്മയുടെ വാല്യൂ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൾട്ടിവേരിയേറ്റ് കേസിൽ വൈയുടെ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഈ മ്യൂ എന്ന് പറയുന്ന വെക്ടറിന് അടുത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാവുന്ന ഈ ഒരു വേരിയബിൾസ് തമ്മിൽ മൾട്ടിക്കോളിനിയാരിറ്റി ഉണ്ടെന്നാണ്. മൾട്ടിക്കോളിനിയാരിറ്റി എന്ന് വെച്ചാൽ എന്താ? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് മൾട്ടിക്കോളിനിയാരിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോർമാലിറ്റി ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. എനി സബ്സെറ്റ് ഓഫ് ദ വൈസ് ഇൻ വെക്ടർ വൈ ഹാസ് എ multivariate normal distribution with a mean vector consisting of the corresponding subvector of mu and covariance matrix composed of the corresponding submatrix of sigma. To illustrate, let y1 equal to y1, y2, etc. yr dash denote the subvector containing first r elements of y, and y2 is equal to yr plus 1, etc. yp dash consist of the remaining p minus r element. Thus, y, mu and sigma are partitioned as y is equal to y1, y2, mu is equal to mu1, mu2, sigma is equal to sigma 11, sigma 12, sigma 21, sigma 22. ഇവിടെ നമ്മൾ ഈ ഒരു y വെക്ടറിനെ പാർട്ടീഷൻ ചെയ്യുവാണ്. അതിനായിട്ട് നമ്മൾ y1 എന്ന് പറയുന്ന ഒരു വെക്ടർ കൺസിഡർ ചെയ്തു. y1 എന്ന് പറയുന്ന വെക്ടറിനകത്ത് ഫസ്റ്റ് 6 എലമെൻസിൻ്റെ കളക്ഷനാണ്. അതുപോലെ തന്നെ y2 എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ കൺസിഡർ ചെയ്തു. അതിനകത്ത് r + 1 to p വരെയുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ്. സോ നമുക്ക് ഈ ഒരു y എന്ന് പറയുന്ന റാൻഡം വെക്ടറിനെ നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തു. y1, y2 എന്ന് പറഞ്ഞ് എഴുതി. അതുപോലെ ഈ ഒരു മീൻ വെക്ടറിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഫസ്റ്റ് 6 എലമെൻസിൻ്റെ മീൻ mu1 ആയിട്ടും r + 1 to p വരെയുള്ള എലമെൻറ്റിൻ്റെ mu2 ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് mu1, mu2 എന്ന് പറഞ്ഞ് രണ്ട് വെക്ടർ പാർട്ടീഷൻ ചെയ്ത് കിട്ടി. അതുപോലെ സിഗ്മ എന്ന് പറയുന്ന വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് എന്തായിരിക്കും? സിഗ്മ 11, സിഗ്മ 12, സിഗ്മ 21, സിഗ്മ 22 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇവിടെ y1ഉം mu1ഉം r × 1 ആണ്. അതുപോലെ സിഗ്മ 11 എന്ന് പറയുന്നത് r × r ആണ്. ഇവിടെ y1 എന്ന് പറയുന്നത് മൾട്ടിവേരിയേറ്റ് നോർമലാണ്. y എന്ന് പറയുന്ന വെക്ടർ നോർമൽ വിത്ത് p വേരിയബിൾസ് mu, സിഗ്മ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? y1 എന്ന് പറയുന്നതും നോർമൽ ആയിരിക്കും വിത്ത് r എലമെൻറ്റ്സ് mu1, സിഗ്മ 11 ആയിരിക്കും. അതിൻ്റെ മീനും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ബി പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ yj എന്ന് പറയുന്ന ഓരോ എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓരോ എലമെൻറ്റും യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് y ഫോളോസ് നോർമൽ വിത്ത് p വേരിയബിൾസ് mu, സിഗ്മ ആണെങ്കിൽ yj എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും വിത്ത് μj, സിഗ്മ jj ആയിരിക്കും അതിൻ്റെ മീനും വേരിയൻസ് എന്നും പറയുന്നത്. ഇതിൻ്റെ കോൺവേഴ്സ് ശരിയായിട്ടുള്ള കാര്യമല്ല. അതായത് y എന്ന് പറയുന്ന ഒരു റാൻഡം വെക്ടറിൽ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ y എന്ന് പറയുന്ന ഒരു റാൻഡം വെക്ടർ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം എന്നില്ല. ഇനി നമ്മൾ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് എടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ടോട്ടൽ വെക്ടറിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തു. ഒന്നിനെ നമ്മൾ y ആയിട്ടും അടുത്തതിനെ നമ്മൾ x ആയിട്ടും എടുത്തു. yയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് p × 1 ആണ്. അതുപോലെ എക്സിൻ്റെ ഡയമെൻഷൻ q × 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് yx എന്ന് പറയുന്നത് എന്തായിരിക്കും? mu/μx ആയിട്ട് നമുക്ക് എടുക്കാം. കോവേരിയൻസ് ഓഫ് yx എന്ന് പറയുന്നത് സിഗ്മ yy, സിഗ്മ yx, സിഗ്മ xy, സിഗ്മ xx എന്ന് പറയുന്നത് നമ്മളെടുത്തു. ഈ yx എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വെക്കുക. അതിൻ്റെ വേരിയബിൾ p + q ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് μx, μy, സിഗ്മ yy, സിഗ്മ yx, സിഗ്മ xy, സിഗ്മ xx ആയിട്ട് നമ്മളെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇൻഡിപെൻഡൻസ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ രണ്ട് സബ് വെക്ടേഴ്സ് y ആൻഡ് x ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ സിഗ്മ yx എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് 0 മെട്രിക്സ് ആയിരിക്കണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ ഒരു y ആൻഡ് x ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ഇനി 2 ഇൻഡിവിജ്വൽ വേരിയബിൾസ് yj ആൻഡ് yk ആർ ഇൻഡിപെൻഡൻറ്റ് ഇഫ് സിഗ്മ jk = 0. നമ്മളൊരു പർട്ടിക്കുലർ എലമെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വേരിയബിൾ yjയും ykയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയൻസ് കോവേരിയൻസ് ഫാക്ടർ സിഗ്മ jk എന്ന് പറയുന്നത് 0 ആയിരിക്കണം. നോട്ട് ദാറ്റ് ദിസ് ഈസ് നോട്ട് ട്രൂ ഫോർ മെനി നോൺ നോർമൽ റാൻഡം വേരിയബിൾസ്. ഇത് നമ്മൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നോൺ നോർമൽ ആയിട്ടുള്ള റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ ഇതെല്ലാം എപ്പോഴും ശരിയാവണമെന്നില്ല. ഇനി നമ്മൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. If y and x are not independent, then sigma yx not equal to 0 matrix and the conditional distribution of y given x
f of y given x is multivariate normal with expectation of y given x equal to mu y plus sigma yx, sigma xx inverse into x minus mu x. Covariance of y given x equal to sigma yy minus sigma yx, sigma xx inverse into sigma xy. ഇപ്പം വൈയും എക്സും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സിഗ്മ വൈ എക്സ് എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് നോട്ട് ഈക്വൽ ടു 0 മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ആണെന്ന് നമുക്കറിയാം. അത് മൾട്ടിവേരിയേറ്റ് നോർമൽ ആയിരിക്കും. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് മ്യൂ വൈ പ്ലസ് സിഗ്മ വൈ എക്സ്, സിഗ്മ എക്സ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് മൈനസ് മ്യൂ എക്സ് ആണ്. അതുപോലെ കോവേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറയുന്നത് സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ വൈ എക്സ് ഇൻറ്റു സിഗ്മ എക്സ് എക്സ് ഇൻവേഴ്സ് സിഗ്മ എക്സ് വൈ എന്നുള്ളതാണ്. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ലീനിയർ ഫംഗ്ഷൻ്റെ വെക്ടറാണ്. പക്ഷേ കോവേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഇവിടുത്തെ ഈ ഒരു മെട്രിക്സ് സിഗ്മ വൈ എക്സ്, സിഗ്മ എക്സ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സിനെ നമ്മൾ മെട്രിക്സ് ഓഫ് റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സിനെ എക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ് സിഗ്മ വൈ എക്സ്, സിഗ്മ എക്സ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നോക്കാം. സപ്പോസ് യു ഫോളോസ് നോർമൽ മ്യൂ കോമ സിഗ്മ സ്ക്വയർ. ദ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ യു ഈസ് ഗിവൻ ബൈ phi of z is equal to exponential of I z mu minus 1/2 z square sigma square. അപ്പോൾ ഈ ഒരു യു എന്ന് പറയുന്നത് നോർമൽ മ്യൂ കോമ സിഗ്മ സ്ക്വയർ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഫൈ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പോണൻഷ്യൽ ഓഫ് ഐ ഇസഡ് മ്യൂ മൈനസ് 1/2 ഇസഡ് സ്ക്വയർ സിഗ്മ സ്ക്വയർ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഫൈ ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി എക്സിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യുവിനെ ടി ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? നോർമൽ വിത്ത് ടി ട്രാൻസ്പോസ് മ്യൂ കോമ ടി ട്രാൻസ്പോസ് സിഗ്മ ടി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഫൈ ഓഫ് ഇസഡ് ടി എങ്ങനെ എഴുതാം? എക്സ്പോണൻഷ്യൽ ഓഫ് ഐ ഇസഡ് ടി ട്രാൻസ്പോസ് മ്യൂ മൈനസ് 1/2 ഇൻറ്റു സിഗ്മ സ്ക്വയർ ടി ട്രാൻസ്പോസ് സിഗ്മ ടി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ഇസഡിന് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഓഫ് ഐ ടി ട്രാൻസ്പോസ് മ്യൂ മൈനസ് 1/2 ടി ട്രാൻസ്പോസ് സിഗ്മ ടി എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് നമ്മുടെ മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ കേസിലെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് സബ് വെക്ടേഴ്സിൻ്റെ അഡീഷൻ നോക്കാം. അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. വൈയും എക്സ് എന്ന് പറയുന്നത് രണ്ടും പി ക്രോസ് 1 മെട്രിക്സ് ആണെന്ന് നോക്കുക. അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നതും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് വിത്ത് മ്യൂ വൈ പ്ലസ് മ്യൂ എക്സ് കോമ സിഗ്മ വൈ വൈ പ്ലസ് സിഗ്മ എക്സ് എക്സ് ആയിരിക്കും. അതുപോലെ വൈ മൈനസ് എക്സ് എന്ന് പറയുന്നതും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് മീൻ മ്യൂ വൈ മൈനസ് മ്യൂ എക്സ് കോമ സിഗ്മ വൈ വൈ പ്ലസ് സിഗ്മ എക്സ് എക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ കേസിലുള്ള എസ്റ്റിമേഷനാണ് കാണുന്നത്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ആണ്. When a distribution such as multivariate normal is assumed to hold for population, estimates of the parameter are often found by the method of maximum likelihood. This test is conceptually simple. The observation vectors y1, y2, etc. yn are considered to be known, and the values of mu and sigma are sought that maximize the joint density of yi is called the likelihood function. അപ്പോൾ ഈ ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ മെത്തേഡിനകത്ത് y1, y2, എക്സെട്ര yn എന്ന് പറയുന്ന ഒബ്സർവേഷൻസിൻ്റെ വാല്യൂ നമുക്കറിയാം. അതുമാത്രമല്ല നമ്മൾ എടുക്കുന്ന മ്യൂ ആൻഡ് സിഗ്മ എന്ന് പറയുന്നതിൻ്റെ എസ്റ്റിമേറ്റ് ഈ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y, അതായത് വൈയുടെ ആ ഒരു ഡെൻസിറ്റി ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിതിനെ മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ ദ മൾട്ടിവേരിയേറ്റ് നോർമൽ ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് മ്യൂ ആൻഡ് സിഗ്മ ആർ mu cap is equal to y bar and sigma cap is equal to 1/n summation over I is equal to 1 to n yi minus y bar into yi minus y bar dash, that is equal to 1/n into w, that is equal to n minus 1 divided by n into s, where w is equal to summation over I is equal to 1 to n yi minus y bar into yi minus y bar dash, and s is the sample covariance matrix. ഇവിടെ നമുക്ക് ഈ ഒരു മ്യൂ ആൻഡ് സിഗ്മ എന്ന് പറയുന്നത് ഈ ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആകാനുള്ള റീസൺ നമ്മൾ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനായ വൈനെ മാക്സിമൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മാക്സിമൈസ് ചെയ്യുന്ന ഈ ഒരു മ്യൂവിൻ്റെയും സിഗ്മയുടെയും എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് മ്യൂ ക്യാപ്പ് ഇസ് ഇക്വൽ ടു വൈ ബാർ ആണ്. അതുപോലെ സിഗ്മ ക്യാപ്പ് എന്ന് പറയുന്നത് n-1 ഡിവൈഡ് ബൈ n ഇൻറ്റു എസ് ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു സമ്മേഷൻ ഓഫ് I is equal to 1 to n yi minus y bar into
YI മൈനസ് Y ബാർ ഡാഷിനെ W ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. S എന്ന് പറയുന്നത് എന്താ? നമ്മൾ സാമ്പിൾ കോവേരിയൻസ് മെട്രിക്സ് ആണ്. ഈ ഒരു സമ്മേഷൻ ഓവർ I is equal to 1 to n YI മൈനസ് Y ബാർ YI മൈനസ് Y ബാർ ഡാഷിനെ പകരമാണ് നമ്മൾ n മൈനസ് 1 ഇൻറ്റു S എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ ഈ സിഗ്മ ക്യാപ്പിൻ്റെ ഡിവൈസർ എന്ന് പറയുന്നത് n-1 അല്ല n ആണ്. അതുകൊണ്ട് സിഗ്മ ക്യാപ്പ് എന്ന് പറയുന്നത് ബയസ്ഡ് ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു സിഗ്മ ക്യാപ്പിന് പകരം S എന്നുള്ളതാണ് ഈ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. We now give a justification of Y bar as maximum likelihood estimate of mu because YIs constitute a random sample, they are independent and the joint density is the product of the densities of Y's. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു Y bar ആണ് mu എന്ന് പറയുന്ന മീനിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ YIs ഒരു റാൻഡം സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൻ്റെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഓരോ വൈസിൻ്റെയും ഡെൻസിറ്റീസിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷനെ എങ്ങനെ എഴുതാം? L of y1, y2, etc. y mu, സിഗ്മ. നമ്മുടെ കണ്ടുപിടിക്കേണ്ട വെക്റ്റേഴ്സിൻ്റെ കൂടെ അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അതാണ് mu, സിഗ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? പ്രൊഡക്റ്റ് ഓവർ I is equal to 1 to n f of yi, mu, സിഗ്മ. അതായത് ആ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ്റെയും ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 1/√2π raised to p modulus of sigma raised to 1/2 e raised to minus yi minus mu dash സിഗ്മ ഇൻവേഴ്സ് yi മൈനസ് മ്യൂ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനകത്തു നിന്ന് കുറച്ച് ടേംസിനെ വെളിയിൽ ഇറക്കുവാണ്. ഇവിടെ 1/√2π റേസ് ടു പി എന്നുള്ളത് n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാവും? 1/√2π റേസ് ടു NP എന്ന് പറഞ്ഞു വരും. സോ നമ്മളത് വെളിയിലേക്ക് എടുത്തു. അതുപോലെ മോഡുലസ് ഓഫ് സിഗ്മ റേസ് ടു 1/2നെ എന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് മോഡുലസ് ഓഫ് സിഗ്മ റേസ് ടു n/2 എന്ന് പറഞ്ഞ് കിട്ടി. സോ നമ്മൾ ഇത്രയും ടേമിനെ പ്രൊഡക്റ്റ് എടുത്തപ്പോൾ നമുക്ക് അത്രയും ടേം വെളിയിൽ വന്നു. ഇനി നമ്മൾ ഈ റേസ് ടു ടേമിന് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്? അത് സമ്മേഷനായിട്ട് മാറും. സോ അതങ്ങനെ നമുക്ക് കിട്ടുന്നത് e റേസ് ടു മൈനസ് സമ്മേഷൻ ഓവർ I is equal to 1 to n yi മൈനസ് മ്യൂ ഡാഷ് സിഗ്മ ഇൻവേഴ്സ് yi മൈനസ് മ്യൂ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പോണൻഷ്യൽ അതിനകത്തോട്ട് Y ബാർ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുവാണ്. സോ നമ്മൾ ഈ ഒരു ടേമാണ് കൺസിഡർ ചെയ്യുന്നത്. സമ്മേഷൻ ഓവർ I is equal to 1 to n yi മൈനസ് Y ബാർ പ്ലസ് Y ബാർ മൈനസ് മ്യൂ സിഗ്മ റേസ് ടു -1 yi മൈനസ് Y ബാർ പ്ലസ് Y ബാർ മൈനസ് മ്യൂ എന്ന് പറഞ്ഞെടുത്തു. അതായത് നമ്മൾ Y ബാർ എന്ന് പറയുന്ന ടേം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുവാണ്. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളത് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമുക്ക് മൊത്തം 4 റിസൾട്ടിങ് ടേംസ് കിട്ടും. അതിനകത്ത് 2 എണ്ണം വാനിഷ് ആയി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ സമ്മേഷൻ ഓവർ I yi മൈനസ് Y ബാർ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. സോ ആ ഒരു ടേം വരുന്ന എല്ലാം തന്നെ ഇതിനകത്തുനിന്ന് വാനിഷ് ആയി പോകും. സോ നമുക്ക് L കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ആയിട്ട് കിട്ടുന്നത് 1/√2π റേസ് ടു NP മോഡുലസ് ഓഫ് സിഗ്മ റേസ് ടു n/2 e റേസ് ടു മൈനസ് സമ്മേഷൻ ഓവർ I is equal to 1 to n yi മൈനസ് Y ബാർ ഡാഷ് സിഗ്മ ഇൻവേഴ്സ് yi minus Y bar divided by 2 minus n into Y bar minus mu dash sigma inverse into Y bar minus mu divided by 2. ഇവിടെ നമ്മൾ y മൈനസ് Y ബാർ ഒരു ടേമായിട്ടും Y ബാർ മൈനസ് മ്യൂ മറ്റൊരു ടേമായിട്ടും എടുത്തിട്ടാണ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് കിട്ടുന്നത്? L is equal to എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് 1/√2π റേസ് ടു NP മോഡുലസ് ഓഫ് സിഗ്മ റേസ് ടു n/2 e റേസ് ടു മൈനസ് സമ്മേഷൻ ഓവർ I is equal to 1 to n yi minus Y bar dash sigma inverse yi minus Y bar divided by 2 minus n into Y bar minus mu dash sigma inverse into Y bar minus mu divided by 2 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സിഗ്മ ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് പോസിറ്റീവ് ഡെഫിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു ടേം മൈനസ് n ഇൻറ്റു Y ബാർ മൈനസ് മ്യൂ ഡാഷ് സിഗ്മ ഇൻവേഴ്സ് Y ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ 2 എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുമാത്രമല്ല ഈ ഒരു e റേസ് ടു മൈനസ് n റേസ് ടു Y ബാർ മൈനസ് മ്യൂ ഡാഷ് സിഗ്മ ഇൻവേഴ്സ് ഇൻറ്റു Y ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ 2 എന്നുള്ളത് 0യ്ക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1നും ഇടയ്ക്കാണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു e റേസ് ടു ടേം മാക്സിമൈസ് ആവണം. ആ ഒരു മാക്സിമൈസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഈ ഒരു എക്സ്പോണൻറ്റ് 0 ആകണം. അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് ഈ ഒരു മ്യൂ ക്യാപ്പ് Y ബാർ ആയാൽ മാത്രമേ ആ ഒരു മാക്സിമം വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഈ ഒരു മ്യൂ ക്യാപ്പിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Y ബാർ ആയിരിക്കും.
അതുപോലെ തന്നെ ഈ ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ കോറിലേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് സാമ്പിൾ കോറിലേഷൻ മെട്രിക്സ് ആണ്. പോപ്പുലേഷൻ കോറിലേഷൻ മെട്രിക്സിനെ നമ്മൾ പി റോ എന്ന് പറഞ്ഞ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ പി റോ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. 6 ആണ് നമ്മുടെ സാമ്പിൾ കോറിലേഷൻ മെട്രിക്സ്. സോ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടത്. ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മാർജിനൽ, അതുപോലെ കണ്ടീഷണൽ, ഇൻഡിപെൻഡൻസ് ഇതെല്ലാം തന്നെ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് MLEs ആണ്, അതായത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. മ്യൂ ക്യാപ്പിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് y ബാർ ആണ്. അതുപോലെ ഈ ഒരു സിഗ്മ ക്യാപ്പിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് n-1/n/s ആണെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ സെക്ഷനകത്ത് ഈ ഒരു മഹാലനോബിസ് ഡിസ്റ്റൻസസും കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക്